സിമ കപ്പ് 2026 സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ചേരാനെല്ലൂരിൽ നടന്നു. ചേരാനെല്ലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു ചാമ്പ്യൻഷിപ്പ്. നിയുക്ത MLA മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആവേശം വാരിവിതറി ചേരാനെല്ലൂരിൽ സിമ കപ്പ് 2026 സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടന്നു. ഈ കുട്ടികളുടെ ഈ കൈയിലേക്കൊക്കെ പിന്നില് മാതാപിതാക്കന്മാരാണ്. അവരുടെ ഈ സന്തോഷത്തിന് എല്ലാത്തിനും അവരെ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരുപക്ഷെ മാതാപിതാക്കന്മാരാണ്. ഞങ്ങളൊക്കെ മത്സരിക്കുമ്പോൾ ചെറിയ കാലത്തിലൊക്കെ ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ ഞാൻ 1990 ഓൾ ഇന്ത്യ ആഴ്ചയിൽ ഓപ്പൺ ടൂർണമെന്റ് പങ്കെടുക്കുമ്പോൾ അന്നൊക്കെ 5 മിനിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് ബാറ്റിൽ കയറിയിട്ട് അന്ന് ഇൻഫിനിറ്റി ഇടിയും ഒക്കെ അന്ന് നാട്ടിലുള്ള ആൾക്കാർ കാണുന്നത് TV-യിലൂടെയാണ് ആദ്യമായിട്ട്. അപ്പോഴാണ് ഞാൻ കരാട്ടയിലൊക്കെ ഇത്രയും മേടിച്ചു കിട്ടിയിരുന്നത് പറയുന്നത്. ചേരാനെല്ലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു ചാമ്പ്യൻഷിപ്പ്. നിയുക്ത MLA മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് പേർക്ക് ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുന്ന ഒരു കാലം കൂടിയാണ്. അങ്ങനെ ഒരു കാലത്ത് നമ്മുടെ യാന്ത്രികമായ ഒരു ജീവിതക്രമത്തിൽ, വളരെ വേഗത്തിൽ ഓടുന്ന ഒരു ജീവിതക്രമത്തിൽ നമുക്കൊരു അടുക്കും ചിട്ടയുമൊക്കെ ഉണ്ടാക്കാൻ, നമുക്കൊരു അച്ചടക്ക ബോധം നമ്മളിൽ ഉണ്ടാക്കാൻ ഒക്കെ ഇതിനെ സഹായിക്കുന്ന ഒരു പരിശീലനം കൂടിയാണ് കരാട്ടെ പരിശീലനം. അവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം നമുക്കൊരു ഈ പരിശീലനമൊക്കെ നമ്മൾ സാധ്യമാക്കുന്നത്. നമുക്ക് മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊരു സ്വയം പ്രതിരോധത്തിന്. അപ്പൊ നമ്മളൊരാളെ ആക്രമിക്കാൻ വന്നാൽ നമ്മുടെ ഒരു പ്രതിരോധത്തിന് വേണ്ടി, നമ്മുടെ ഒരു സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരു പ്രതിരോധ കവചമായി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസ മുറകളൊക്കെയാണ് നമ്മൾ പരിശീലിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗമായി നമുക്ക് വലിയ ഒരു അച്ചടക്ക ബോധമുണ്ടാകും, നമുക്കൊരു കൃത്യനിഷ്ഠ ഉണ്ടാകും, നമുക്ക് ജീവിതത്തിൽ ഒരു ക്രമം ഉണ്ടാകും. അങ്ങനെയൊക്കെ നമുക്ക് ജീവിതത്തിൽ നന്നായി മുന്നോട്ട് പോകാൻ കഴിയും. അതിലൂടെ നമുക്കൊരു ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു പരിശീലന പദ്ധതി കൂടിയാണ് നമ്മുടെ ഇത്തരം ചാമ്പ്യൻഷിപ്പുകളൊക്കെ, അല്ലെങ്കിൽ ഇത്തരം പരിശീലനങ്ങളൊക്കെ. ഇപ്പൊ കരാട്ടെ ആയിക്കോട്ടെ, തായ്ക്കൊണ്ടോ ആയിക്കോട്ടെ, മറ്റു വിവിധ തരത്തിലുള്ള കളരിപ്പയറ്റ് ആകട്ടെ, ഏത് അഭ്യാസമുറകളാകട്ടെ, ചിലത് ആയുധമുറകളാണ്, ചിലതല്ലാതെ എന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പരിശീലനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കേറെ ഗുണം ചെയ്യുന്നതാണ്. സിമ നാഷണൽ ചീഫ് ഹാൻഷി ഷാജു പോൾ ആമുഖ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ജോർജ് TO അധ്യക്ഷത വഹിച്ചു. ഷിംബുഖാൻ ഇന്ത്യ നാഷണൽ ചീഫ് ഷിഹാൻ രഞ്ജിത്ത് ജോസ്, ഡൽഹി ആൻഡ് UP സ്റ്റേറ്റ് ചീഫ് റെൻഷി ഷിലു ജോസഫ്, പത്തനംതിട്ട ഡിസ്ട്രിക്ട് ചീഫ് റെൻഷി ബിനു ഡാനിയൽ, കോട്ടയം ഡിസ്ട്രിക്ട് ചീഫ് സെൻസായി അഭിലാഷ് VM, ആലപ്പുഴ ഡിസ്ട്രിക്ട് ചീഫ് സെൻസായി ജയചന്ദ്രൻ VR, കൊല്ലം ഡിസ്ട്രിക്ട് ചീഫ് സെൻസായി നദീർ ഷാ R, സിമ ജനറൽ സെക്രട്ടറി റെൻഷി PV ലാലു തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾക്ക് വിജയാശംസ എല്ലാവർക്കും നേരുകയാണ്. നന്നായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുക. മത്സരം എന്ന് പറയുന്നത് എപ്പോഴും കാഠിന്യമേറിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ്. അതിനെ നേരിടാൻ പഠിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആയോധന കഥകളിലൂടെ നമ്മൾ സ്വായത്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സെൻസായി ഷാജു പോളിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറാൻ. അദ്ദേഹം ഏകദേശം 40 വർഷത്തിൽ കൂടുതലായിട്ട് കരാട്ടെ രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം തന്നെ ആദ്യം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ക്ലാസിന്റെ വ്യാപ്തികളെ കുറിച്ച്. ടീം വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും കയ്യടി കൊടുക്കേണ്ടത്, നിങ്ങളിവിടെ ഇരിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നല്ലൊരു കയ്യടി കൊടുക്കേണ്ട ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഇടവും വളവുമായി നിൽക്കുന്ന തന്റെ പ്രിയ ശിഷ്യന്മാർ, അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മാസ്റ്റേഴ്സ്. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ സെൻസായിമാർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കയ്യടി കൊടുക്കാം. അദ്ദേഹം തന്നെ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ കൊണ്ട് തനിയെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയും ഈ ഒരു പ്രോഗ്രാമിൽ നിന്നുള്ള ഷാജു പോൾ സെൻസായിയുടെ എളിമയുള്ളൊരു വാക്ക്. ഇത്രയും കുട്ടികളെ ഇവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ മാഷിന്, അല്ലെങ്കിൽ ഞാൻ മാഷ് എന്ന് പറഞ്ഞ് സ്ഥാനപ്പേരിലേക്ക് ഞാൻ പോകാതെ കടന്നു പോവാണ്, ഷാജു പോൾ മാഷിനോടുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ സ്നേഹവും കരുതലും തന്നെയാണ്. ഇവിടെ എല്ലാവരും ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ്. ദി ക്വസ്റ്റ് ഫോർ ദി ചാമ്പ്യൻ ഈസ് ബിഗൺ. യു ആർ എ ചാമ്പ്യൻ ഓൾറെഡി. നിങ്ങൾ കരാട്ടെ എന്ന് ജോയിൻ ചെയ്തോ, എന്ന് ഡിസൈഡ് ചെയ്തോ എനിക്ക് കരാട്ടയ്ക്ക് ജോയിൻ ചെയ്യണം, അന്നേ നിങ്ങൾ ചാമ്പ്യനായി. യു ഓവർകം എ ലോട്ട് ഓഫ് തിങ്സ്.
പേരൻസിന്റെ പ്രഷർ, പഠിത്തത്തിന്റെ പ്രഷർ, സമുദായത്തിന്റെ പ്രഷർ, അങ്ങനെ എന്തെല്ലാം പ്രഷർ ഓവർകം ചെയ്താണ് നിങ്ങൾ കരാട്ടെ ക്ലാസ്സിലൂടെ എന്നും വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഴയുണ്ട്, വെയിലുണ്ട്, ചൂടുണ്ട്, എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് വല്ലാത്തൊരു കാലാവസ്ഥയിൽ നിങ്ങൾ കരാട്ടെ ക്ലാസ്സിൽ വന്ന് കരാട്ടെ പ്രാക്ടീസ് ചെയ്ത് വേർപ്പോടുകൂടി നിങ്ങൾക്ക് ഇത് ജീവിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ യു ആർ ഓൾറെഡി എ ചാമ്പ്യൻ. ഇപ്പൊ നമ്മൾ നോക്കുന്നത് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനെയാണ്. അപ്പം ഇതിലെ ഓരോ മെഡൽ മേടിക്കുന്ന കുട്ടികളും ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.